സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ. നിലവിൽ ദുരന്തബാധിതർക്കായി സർക്കാർ അനുവദിച്ച വീട്ടുവാടകയും പ്രതിദിന സഹായവും മുടങ്ങിയിരിക്കുകയാണ്. പ്രതിദിന സഹായമായി പ്രഖ്യാപിച്ച 300 രൂപ ലഭിച്ചത് ദുരന്തമുണ്ടായതിനു ശേഷമുള്ള ആ 3 മാസങ്ങളിൽ മാത്രമാണ്. തുടർ ചികിത്സയ്ക്കും സഹായമില്ല. നിലവിൽ 87 പേർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് ചെലവായ തുക അനുവദിക്കുമെന്ന ഉറപ്പും പാലിച്ചിട്ടില്ല. വാടക കൂടുന്നത് കാരണം വീട് മാറേണ്ട ഗതികേടിലാണ് ദുരന്തബാധിതർ. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ദുരന്തബാധിതർക്കൊപ്പം എല്ലാവരും ഉണ്ടാകും എന്ന് അന്ന് ആ ദുരന്തമുഖത്ത് നമ്മൾ കേട്ട വാക്കുകൾ പൊള്ളയായ വാക്കുകളായി മാറുകയാണോ 8 മാസം പിന്നിടുമ്പോൾ? അവർക്ക് അന്ന് വാഗ്ദാനം ചെയ്തത് ആദ്യ 3 മാസത്തിന് ശേഷം തുടരാതെ പോയത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധമുയർന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കും, ഏപ്രിൽ മുതൽ കൊടുത്തു തുടങ്ങുമെന്ന്. അതിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ദുരന്തബാധിതർക്ക്? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് നൽകാമെന്നിരിക്കുന്ന സഹായങ്ങളിൽ പലതും പൂർണ്ണ തോതിൽ എത്തിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ വാടകയുടെ കാര്യത്തിൽ ചിലർക്ക് വാടക കിട്ടുന്ന സാഹചര്യമുണ്ട്, അത് നമ്മൾ എടുത്തു തന്നെ പറയണം. എന്നാൽ മറ്റു ചിലർക്ക് അത് പൂർണ്ണമായും കിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ നിൽക്കുന്നത് മേപ്പാടി അങ്ങാടിയിലാണ്. ഇവിടെ നമുക്ക് ഈ സ്കൂളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയായിരുന്നു അന്ന് ദുരന്തമുണ്ടായപ്പോൾ ആളുകളെ എത്തിക്കുകയും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒപ്പം തന്നെ മോർച്ചറി സൗകര്യം ഉൾപ്പെടെ അന്ന് നമ്മൾ കണ്ടത് ഈ ഒരു മേഖലയിലാണ്. അതിന് നേർ വിപരീത ഭാഗത്ത് ഒരു പുഞ്ചിരിമട്ടം എന്നുള്ള പേരിൽ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് ആ ഹോട്ടലിൻ്റെ അടുത്ത് വരാൻ നമ്മൾ ഒരു കാരണവുമുണ്ട്. കാരണം ആ ഹോട്ടൽ നടത്തുന്നത് അന്ന് വീട് പൂർണ്ണമായും തകരുകയും അവിടെ നിന്നും അവർക്ക് ഉപജീവന മാർഗം തേടിയൊക്കെ വരികയും ഒക്കെ ചെയ്യേണ്ടി വന്ന മനുഷ്യരാണ്. അവരുടെ ഒരു ബോർഡ് കൂടി ഞാൻ ഈ ഘട്ടത്തിൽ കാണിക്കുകയാണ്. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഇതിൽ കാണാം ഞങ്ങളുടെ മുണ്ടക്കൈ തിരിച്ചു വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നും മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും അങ്ങനെ ഒരു ആഗ്രഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം അത് വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിനം പ്രതി 300 രൂപ ഈ ഇത്തരം കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ധനസഹായം നൽകും എന്നുള്ളതായിരുന്നു അന്ന് സർക്കാർ ആദ്യമായി പ്രഖ്യാപിച്ചത്. അതിനനുസരിച്ച് 3 മാസം ആ തുക കുടുംബങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതായത് അവർക്ക് തൊഴിലിന് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, പലർക്കും അസുഖബാധിതരാകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് പക്ഷേ ആ തുക മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസവും മന്ത്രി ഇവിടേക്ക് എത്തിയപ്പോൾ തുക പൂർണ്ണമായും കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായും പ്രാബല്യത്തിലായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ വീടുകളുടെ വാടകയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വീടുകൾക്ക് വാടക നൽകുന്നതിൽ ഇന്നിപ്പോൾ തീയതി 15ലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു മാസത്തിൽ നമ്മളൊക്കെ വാടകയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീടിന്റെ ഉടമസ്ഥൻ ഏത് നിലയ്ക്കായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് അറിയാം. സ്വാഭാവികമായും സമാനമായ സാഹചര്യമൊക്കെ ഈ മേഖലയിലുള്ള ആളുകൾക്കുണ്ട്. എനിക്കൊപ്പം ഇപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്ന ആളുകളാണ് എനിക്കൊപ്പം ഉള്ളത്. പക്ഷേ അവരെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരാനൊരു കാരണവും കൂടിയുണ്ട്. ആ ഹോട്ടൽ കാരണം പോലും അവർ പ്രതിസന്ധിയിലായി എന്നുള്ളത് കൂടി നമ്മൾ ജനങ്ങളെ അറിയിക്കേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഉസ്മാൻ ചേരുന്നുണ്ട്. നിങ്ങൾക്ക് 300 രൂപ ധനസഹായം ഇപ്പോൾ ലഭിക്കുന്നു. അത് മിനിഞ്ഞാന്ന് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അത് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ നമുക്ക് അതിന് ഇത് കിട്ടിയിട്ടില്ല. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബം, 8 അംഗ സംഘമാണ്. നമുക്ക് ജീവിതമാർഗ്ഗത്തിന് വളരെ പ്രയാസപ്പെട്ടാണ്. ഇന്നാണ് വാടക കയറിയത്. ഈ നിൽക്കുന്ന 2 ആളുകൾക്കും വാടക കയറിയിട്ടില്ല. ഇദ്ദേഹം താമസിക്കുന്നത് 12,000 രൂപ വാടകയിലാണ്. ഈ 6,000 രൂപ പോലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 12,000 രൂപ കൊടുക്കുക? വളരെ പ്രയാസത്തിലാണുള്ളത്. അതേപോലെ എത്ര 3 മാസം നിങ്ങൾക്ക് 300 രൂപ വെച്ചിട്ട് 3 മാസം 300 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കിട്ടിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നിലവിൽ ഇതിൽ പരിക്ക് പറ്റിയിട്ട് ഞാൻ ചികിത്സയിൽ ഒരാഴ്ചൻ്റെ മുകളിൽ ചികിത്സയിലായിരുന്നു. എനിക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നതാണ് ഗ്രീവിയസ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട്. ഇതിന് പോലും ഇതുവരെ നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട കളക്ടറോടും മന്ത്രിയോടും ഈ കാര്യങ്ങൾ അറിഞ്ഞതാണ്. ഇതുവരെ ഇതിലേക്ക് ഒരു തീരുമാനം ചികിത്സയിൽ തുടരുന്നുണ്ട്. വിംസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഭീമമായൊരു സംഖ്യയാണ് വരുന്നത്. മാസത്തിൽ 14,000 രൂപ നമുക്ക് വരുന്നുണ്ട്. പിന്നെ വൈഫ് നിലവിൽ ഷോൾഡർ പൊട്ടിയതാണ്, ഊരൊക്കെ പരിക്കുള്ളതാണ്. വൈഫിന് വേറെ ചികിത്സ വരുന്നുണ്ട്. വല്യമ്മാനെ കാണിക്കുന്നത് താമരശ്ശേരി ഒരു ഹോസ്പിറ്റലാണ്. 1,500 രൂപ വണ്ടിക്കൂലി മാത്രം വേണം. അവിടുത്തെ മരുന്നിൻ്റെ പൈസ വേറെ വേണം. ഇതെല്ലാം പാടായിട്ട് നമ്മൾ വളരെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടൊക്കെ ഒരു അനുവദിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സുജയ, ഇത് പറഞ്ഞു വരുന്നത് തുടർ ചികിത്സയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത്തരത്തിൽ കൃത്യമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾക്ക് പോലും ആ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുകയോ അല്ലെങ്കിൽ അന്ന് ചികിത്സ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി നൽകേണ്ട തുകയോ നൽകിയിട്ടില്ല എന്നുള്ളത്. അത് പൂർണ്ണമായും നൽകിയിട്ടില്ല എന്ന് നമ്മൾ പറയില്ല. ചില ആളുകൾക്ക് അത് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രേഖാമൂലം ഇങ്ങനെ വീഡിക്കൽ ഓഫീസറുടെ ഒരു റിട്ടേൺ ലെറ്റർ ഉണ്ടായിട്ട് പോലും ആ തുക ലഭിക്കാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സഹദേവൻ കൂടി ചേരുന്നുണ്ട്. സഹദേവേട്ടാ, നിങ്ങളുടെ വീടും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ വീട് തറവാട് വീട് പൂർണ്ണമായി പോയി. അതിൽ ഞങ്ങൾ 6 പേര് നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് ഉള്ള ഒരു 6.5 സെൻറ്റ് സ്ഥലമുണ്ട്. എനിക്ക് ആ 6 സെൻറ്റും പുഞ്ചിരിമഠത്തിൽ നിന്ന് ഒലിച്ചു പോയതാണ്. അപ്പോൾ എനിക്ക് ഈ വീടിൽ നിന്ന് എന്നെ പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും വന്നിട്ടില്ല.
അപ്പോൾ ഞാൻ ഇപ്പോൾ 23-ാം തീയതി 13-ാം തീയതി ഞങ്ങൾ കളക്ടറേറ്റ് മാർച്ച് ഉണ്ടായല്ലോ. അപ്പോൾ കളക്ടർ നല്ലൊരു സൗമ്യമായ സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വീട് നൽകുമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മിനിസ്റ്റർ രാജൻ വന്ന് പറഞ്ഞത് ആർക്കും വീട് കിട്ടാണ്ടിരിക്കില്ല, എല്ലാവർക്കും വീട് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മിനിസ്റ്റർ രാജൻ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ പോലും വന്നിട്ടുള്ള ആളാണ്. എൻ്റെ ഏട്ടൻ്റെ പിന്നെ തറവാട്ടിൽ ഞങ്ങൾ സാറ് ഇവിടെ വന്നതാണ്, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോയതാണ്. അപ്പോൾ രാജൻ സാറ് ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഉറപ്പ് മാത്രമാണ് ഇപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോഴും അതാണ് ഒരു ആശങ്കയാണ്. ഞാനൊക്കെ അവിടെ എനിക്കൊരു 10-52 വയസ്സായി. പിന്നെ അവിടെ പെറ്റു വളർന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങളൊരു തറവാട്ടിൽ താമസിക്കുക പറഞ്ഞാൽ ഞങ്ങൾ 8-അംഗ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ എസ്റ്റേറ്റ് പാടിയിലാണ്, ഞാൻ ആ പള്ളിൻ്റെ മേലെ ഉള്ള പാടിയിലാണ് താമസിച്ചത്. ഞാൻ കുറച്ച് പിന്നെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് ഈ 300 രൂപയെങ്കിലും കിട്ടും? ഇല്ല, 300 രൂപ 2 മാസം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായി. ഇപ്പോൾ 9 മാസം കൂടി കിട്ടുമെന്നാണ് മിനിസ്റ്റർ രാജൻ മിനിഞ്ഞാന്ന് കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞത്. അത് നല്ലൊരു ആശ്വാസ വാക്കാണ്. അത് കിട്ടി. ഇപ്പോൾ വാടകയുടെ അവസ്ഥ ചില ആളുകൾക്ക് ഇനിയും കയറാനുണ്ട്. 10-82 ആൾക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ പോയി ചോദിച്ചപ്പോൾ ഇന്ന് കയറുന്നാണ് പറഞ്ഞത്. ഇതുവരെ കയറിയില്ല. ഉസ്മാനൊക്കെ ഇന്ന് കയറി, അതേമാതിരി ചിലപ്പോൾ കയറുമായിരിക്കും. നമുക്ക് പറയാനുള്ളത് പിന്നെ ഇനി നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഒരു 5 സെൻറ്റ് സ്ഥലമല്ല, ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് ഒരു 6.5 സെൻറ്റ് സ്ഥലമാണ് പുഞ്ചിരിമട്ടത്തുള്ളത്. എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ എനിക്കിനി പോയിട്ട് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ തറവാട് വിളിച്ചു പോയി. ഇനി നമുക്ക് ആശ്രയമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. കളക്ടർ മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, മിനിസ്റ്റർ രാജനോട് സംസാരിച്ചിട്ടുണ്ട്, രാജ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ആശങ്കപ്പെടേണ്ട, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി തരും എന്നാണ് പറയുന്നത്. പിന്നെ ചൂരമല 300 പിന്നെ ഇത്രയും കോടി മുടക്കി പാലം പണിതിട്ട് അങ്ങോട്ട് വലിയ പ്രയോജനമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെയും പിന്നെ ഇതിന്റെ മുന്നേ മത്തായി റിപ്പോർട്ടിൽ പറഞ്ഞതാണ് ദീപക് മലയമ്മ ഓരോരുത്തരുടെയും ദുരന്ത മുഖത്തെ അവരുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചെത്താം ഞാൻ ദീപക് മലയമ്മയിലേക്ക്. ഇപ്പോൾ